മനസ്സിൻ മണിച്ചിമിഴിൽ പനിനീർത്തുള്ളി പോ. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കിരീടം സിനിമ ഉണ്ട്. അപ്പോൾ അന്ന് മോഹൻലാൽ സേതുമാധവനായിട്ട് തൊപ്പിയൊക്കെ വെച്ച് വന്ന് അന്ന് ഡിസൈഡ് ചെയ്താണ് വേറെ ഒരു ജോലി ഇതല്ലാതെ വേറെ ഒരു ജോലിയും എൻ്റെ മനസ്സിൽ എൻ്റെ കൺസെപ്റ്റിൽ പോലും ഉണ്ടായിരുന്നില്ല. ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിൽ പോയി അവിടെ ഒരു 45 ഡേയ്സ് 5 ഡിഗ്രി തണുപ്പാണ് അവിടെ ഞാനും 8 പോലീസുകാരും കൂടി താമസിച്ചു. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു 3 പേരെ അറസ്റ്റ് ചെയ്യാൻ പറ്റി. ഞാൻ മൂവാറ്റുപുഴ എസ് ഐ ആയിട്ടിരിക്കുമ്പോൾ ഒരു മോഷണ കേസിലെ പ്രതി അറസ്റ്റ് ചെയ്തിരുന്നു. അവൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമുക്ക് ഇപ്പം ഞാൻ അത് ഓർക്കുമ്പോൾ എന്ന് ചിരിക്കും. ഒരു കോമ്പൗണ്ടിനുള്ളിൽ തന്നെ 3 വീടുകൾ. അവൻ ഈ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുമ്പോൾ അവിടുത്തെ ചെരുപ്പുകൊണ്ടെന്ന് ഇവിടെ ഇടും, അവിടുത്തെ ചെരുപ്പുകൊണ്ടെന്ന് ഇവിടെ ഇട്ടിട്ട് മോഷ്ടിക്കുമ്പോൾ ഇവിടുത്തെ മൊബൈൽ ഫോൺ എടുത്താൽ വലിച്ചു ദൂരെ കളയും. മൊത്തത്തിൽ കൺഫ്യൂസിങ്. ഒരു കള്ളം ചെയ്യുന്ന ആക്ടിവിറ്റീസൊന്നും അല്ല ചെയ്യുന്നത്. 25 വയസ്സ് താഴെയുള്ള കുട്ടികളാണ് പലപ്പോഴും ഇതിലൊരു വിക്ടിംസ് ആയിട്ട് വരുന്നത്. പാരൻസ് എന്നിപ്പം നല്ല ഫ്രണ്ടായിട്ട് മാറി. അങ്ങനെ അല്ലാത്ത സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് നമുക്ക് മക്കളോട് സംസാരിക്കാൻ പറ്റണം. പറ്റുമെങ്കിൽ ഒന്ന് തൊട്ട് സംസാരിക്കണം, കണ്ണിൽ നോക്കി തൊട്ട് സംസാരിക്കണം. Today, I am with someone who protects society with his uniform and touches heart with his soulful music. ഒരു rare and inspiring combination അല്ലേ? Welcome to the show, DYSP ഷിജു PS. താങ്ക് യു രഹ്മാൻ. ഈ പേരിൽ തന്നെ ഷിജു PS അല്ലേ? PS തന്നെ ഉണ്ട് പബ്ലിക് സർവീസ്. പബ്ലിക് സർവീസ് ആവാം, പോലീസ് സർവീസ് ആവാം. സാറിൻ്റെ ഈ ഒരു ഡിമാൻഡിങ് പ്രൊഫഷനിൽ സാർ എങ്ങനെ ഈ പാഷൻ ബാലൻസ് ചെയ്തു പോകുന്നത്? ഒരു 5 വർഷമൊക്കെ ആയിട്ടുള്ളൂ ഈ പാട്ട് പാടുക എന്നുള്ളൊരു ഒരു ടാസ്കിലേക്ക് കടന്നിട്ട്. സത്യത്തിൽ അത് ഈ തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബ്ബിലെ ഒരു ഓണാഘോഷ പരിപാടിയിലാണ് ആദ്യമായിട്ട് ഒരു ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പാടുന്നത്. ഒരു ഫാമിലി ഗെറ്റ് ടുഗദറാണ് ശരിക്കും അവിടെ ഉണ്ടായിരുന്നത്. അന്നേരം അവിടെ വെച്ച് എല്ലാവരും കൂടി പ്രോത്സാഹിപ്പിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി ഒരു പാട്ട് പാടി, മെല്ലെ മെല്ലെ മുഖപടം എന്നുള്ള പാട്ട്. ആ പാട്ട് പാടണമെങ്കിൽ മ്യൂസിക് നന്നായിട്ട് ഉണ്ടാവണം ഉള്ളില്. അപ്പൊ അതിനു മുമ്പേ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സാർ? ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കംപ്ലീറ്റ് പാട്ടുകളും കേൾക്കും, ശ്രദ്ധിക്കും, എൻ്റെ ലിറിക്സ് ഉൾപ്പെടെ ശ്രദ്ധിക്കും. എൻ്റെ ഒരു വലിയ കളക്ഷൻ ഉണ്ടായിരുന്നു കാസറ്റ്സിൻ്റെ. കാസറ്റ് അതിന് ശേഷം CD ആയപ്പോഴും പിന്നെ അതിനുശേഷം ഈ MP3 ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ വലിയൊരു കളക്ഷൻ ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ പാട്ടുകളെല്ലാം കേൾക്കും, വളരെ റെയർ സോങ്ങുകളെല്ലാം കേൾക്കും. ഈ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് ജോൺസൺ മാഷിൻ്റെ പാട്ട്. ജോൺസൺ മാഷിൻ്റെ, രവീന്ദ്രൻ മാഷിൻ്റെ പാട്ടുകളാണ് കൂടുതൽ ഞാൻ കേൾക്കുന്നത്. അതുപോലെ ഈ ശരത് സാറിൻ്റെ പാട്ടുകളും ആണ് കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ. പക്ഷേ ഒരു മെലഡി സോങ്സ്. അപ്പോൾ അങ്ങനെ ഞാൻ ആ പാട്ട് അവിടെ പാടി. അപ്പോൾ അതെല്ലാവരും അത് നന്നായി എന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ഒരു കോൺഫിഡൻസ്, ഒരു പോസിറ്റീവ് എനർജി കിട്ടി. തൃപ്പൂണിത്തെ തന്നെ ഉള്ളൊരു വേറൊരു മ്യൂസിക് ക്ലബ്ബ് ഉണ്ടായിരുന്നു. ആ ക്ലബ്ബിൽ എന്നെ കൊണ്ടുപോയി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവിടെ കൊണ്ടുപോകുന്നത് നിഷാ വർമ്മ എന്നിട്ടൊരു സിംഗറുണ്ട് ഇവിടെ. ആ നിഷാ വർമ്മനെ എന്നെ അവിടെ കൊണ്ടുപോയി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ ഇതുപോലെ പാട്ട് ഈ കുറേ പാടുന്ന കുറേ ആളുകളുണ്ട്. അവർ കുറച്ചധികം തിരക്കുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ സമയം ബാലൻസ് ചെയ്യാൻ പറ്റാണ്ടായി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നിർത്തിയിട്ട് ഞങ്ങൾ കുറച്ച് പേര് ചേർന്നിട്ടാണ് ഞങ്ങൾ റിലാക്സ് എന്നിട്ടൊരു ഒരു മ്യൂസിക് ക്ലബ്ബ് ഫോം ചെയ്യുന്നത്. പ്രൊഫഷണൽ സിംഗേഴ്സ് അല്ലാത്ത പാഷനേറ്റ് സിംഗേഴ്സായ കുറേ ആളുകൾ ചേർന്നുണ്ടാക്കിയ ഒരു മ്യൂസിക് ക്ലബ്ബാണത്. തൃപ്പൂണിത്തുറയിലെ ഒരു താമരംകുളങ്ങര എന്നിട്ടൊരു ടെമ്പിൾ ഉണ്ട്. അവിടുത്തെ ഒരു മണ്ഡലകാലത്ത് അവിടെ ഒരു കരോക്കെ വെച്ചിട്ട് ഞങ്ങളൊരു മ്യൂസിക് ഒരു ഗാനമേള, ഭക്തി ഗാനമേള പ്ലാൻ ചെയ്തു. ഭക്തി ഗാനമേള ഞങ്ങൾ നടത്തി. അപ്പോൾ ഭയങ്കര അപ്രീസിയേഷൻ ആയിരുന്നു. കേൾക്കാൻ വന്നവർക്ക് എല്ലാവർക്കും ഈ നല്ലൊരു അപ്രീസിയേഷൻ കിട്ടിയപ്പോൾ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് വന്നു. സോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ഇതൊന്നൊരു നന്നായിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ലായം കൂത്തമ്പലത്തിൽ വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഇനാഗുറേഷൻ അന്നത്തെ ചെയർപേഴ്സൺ ശ്രീമതി ചന്ദ്രികാദേവി, നമ്മുടെ രവീന്ദ്രൻ മാഷിൻ്റെ പ്രിയപത്നി ശോഭന ചേച്ചി, അതുപോലെ തന്നെ എബ്രിഷൈൻ, മണികണ്ഠൻ, സിനിമ നടൻ മണികണ്ഠൻ, ഡയറക്ടർ എബ്രിഷൈൻ, ഇവരെല്ലാം കൂടിയാണെന്ന് അന്ന് ഇനാഗുറേറ്റ് ചെയ്തത്. അപ്പോൾ ഇനാഗുറേറ്റ് ചെയ്തപ്പോൾ ഞങ്ങളൊരു പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്തു. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു, കുറേ അപ്രീസിയേഷനൊക്കെ കിട്ടി. പിന്നെ ഞങ്ങൾ കുറച്ച് ഈ കരോക്കെ പ്രോഗ്രാംസ് ഒന്നങ്ങ് നിർത്തി ലൈവ് ഓർക്കസ്ട്ര വെച്ചിട്ട് പ്രോഗ്രാംസ് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ ആയി. എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്ത് കുറച്ചൊക്കെ മെച്ചപ്പെട്ടു. പിന്നെ ഞങ്ങൾ കുറച്ച് പ്രോഗ്രാംസ് ഇങ്ങനെ നമ്മളെ അടുത്തുള്ള അമ്പലങ്ങളിലെല്ലാം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ചെയ്ത് നമ്മളെ സ്റ്റേജ് ഫിയറും ആ ഒരു ഇതൊക്കെ മാറി.
ഇപ്പോൾ ഏതൊരു പ്രൊഫഷണൽ ട്രൂപ്പിനോടൊപ്പം തന്നെ നിന്ന് പാടാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെല്ലാവരും എത്തി. എത്ര ക്രൗഡ് ഉണ്ടെങ്കിലും ഒരു 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 സ്റ്റേജ് ഫിയറോ ഒന്നുമില്ലാണ്ട് ഈസി ആയിട്ട് അവരെല്ലാം പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇതിലേക്ക് അതിൻ്റെ ഒരു ഇവല്യൂഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി കാതര ഹൃദയ സരോവര നിറുകയിൽ ഉദയാംഗുലിയാകൂ. സ്റ്റാർട്ടഡ് വിത്ത് തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബ്. ഷുവർ. അവിടെ അതിന്റെ ഒരു മെമ്പറാന്ന് പറഞ്ഞല്ലോ. ക്രിക്കറ്റർ ആണോ സർ? ക്രിക്കറ്റർ ഞാൻ ക്രിക്കറ്റ് കോളേജ് പഠിക്കുമ്പോഴൊക്കെ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ഞാൻ ബേസിക്കലി ഐ വാസ് ആൻ അത്ലറ്റ്. ഞാനൊരു അത്ലറ്റ് ആയിരുന്നു. ഞാൻ 400 മീറ്റർ ഹഡിൽസ് ചെയ്തിരുന്നുണ്ട്. അത്ലറ്റ് 400 മീറ്റർ ഹഡിൽസും അത്ലറ്റ് ആയിരുന്നു. പക്ഷെ ക്രിക്കറ്റും കളിക്കുമായിരുന്നു. പിന്നെ ഇപ്പം ഡെയിലി തൃപ്പൂണിത്തുറ ക്ലബ്ബിൽ പോകുന്ന ഒരാളാണ് ഞാൻ. രാവിലെ ഷട്ടിൽ കളിക്കാൻ പോകും. സോ അങ്ങനെ ആ ക്ലബ്ബുമായിട്ട് ഒരു വളരെ അടുത്തൊരു ആത്മബന്ധമുണ്ട്. പക്ഷെ ഞാൻ സാറിൻ്റെ ഒരു പ്രൊഫൈലിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ കണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ സാറ് റീസെൻ്റ്ലി ശരത് സാറിൻ്റെ ഒക്കെ ഒരു റിയാലിറ്റി ഷോയിലൊക്കെ ഒരു പാർട്ടായിരുന്നു. കാക്കിക്കുള്ളിലെ കലാഹൃദയം എന്ന് പറഞ്ഞിട്ടായിരുന്നു അതിൻ്റെ ഒരു ഹെഡിങ് ഒക്കെ. അപ്പോൾ എല്ലാവരും നോട്ടീസ് ചെയ്തൊരു പ്രോഗ്രാം ആയിരുന്നു അത്. അപ്പം ഞാൻ സാറിൻ്റെ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നോക്കുമ്പോൾ അതൊരു 3.5 മില്യൺ വ്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഞാനിങ്ങനെ അതിനെ കൂടെ ഗോ ത്രൂ ചെയ്തപ്പോൾ ഞാൻ കണ്ട കാര്യം എന്താ അറിയോ, സാറ് ചൂസ് ചെയ്യുന്ന പാട്ടുകൾ അത് ഇറ്റ്സ് നോട്ട് എൻ ഈസി സോങ് കേട്ടോ. ഒരു സോങ്ങും ഈസി അല്ല. അതുകൊണ്ടാണ് സാർ പ്രൊഫഷണലി ഇത് പഠിച്ചിട്ടുണ്ടോ എന്ന് വരെ ഞാൻ സംശയിച്ചത്. കാര്യം സാർ എന്തെങ്കിലും ഒരു കർണാട്ടിക് ബേസ് ഇല്ലാണ്ട് ഈ ശരത് സാറിൻ്റെ പാട്ടൊക്കെ പാടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ആരും കൈവെക്കില്ല അങ്ങനത്തെ സോങ്സിൽ. ഇത് ഞാൻ ശരത് സാറിൻ്റെ പ്രോഗ്രാമിന് ഞാൻ പറഞ്ഞു. സത്യത്തിൽ ഈ ക്ലബിലെ ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഇയർ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പാടണമെന്ന് ആഗ്രഹിച്ച് ഞാനൊന്ന് പ്രിപ്പയർ ചെയ്തു ഈ പാട്ട്. ഈ ശ്രീരാഗം എന്നുള്ള പാട്ട്. അതിലെ സ്വരങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു ടാസ്ക്കാകും. അപ്പം ഞാനത് പാടാൻ ശ്രമിച്ചിട്ട് ഒരു വിധത്തിനും പറ്റുന്നില്ല. വേറെ ഒന്നുമില്ല, ഈ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാതെ ഈ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ പോലെയാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു അടിസ്ഥാനപരമായിട്ട് പഠിക്കാതെ നമ്മൾ പാടുമ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ ഞാനത് നിർത്തി. പക്ഷേ ഒരു 2 വർഷം മുമ്പ് എനിക്കൊരു വാശി തോന്നി. ഞാനങ്ങനെ വളരെ ഇതിലേ അത് പാടി അതിൻ്റെ സ്വരങ്ങളൊന്ന് ഹൃദിസ്ഥമാക്കി പിന്നെ അത് സ്പീഡാക്കി അങ്ങനെ ബൈ ഗ്രാജുവലി ഞാനത് പഠിച്ചു. സ്വരം കേട്ട് പഠിച്ചു തന്നെ ആരും പഠിപ്പിക്കാനൊന്നുമില്ല, കേട്ട് പഠിച്ചു തന്നെ. അങ്ങനെ ആണ് ആ പാട്ട് അതിൻ്റെ സ്വരങ്ങൾ പഠിച്ചത്. പിന്നെ പാട്ട് പാടി, പിന്നെ കുറേ സ്റ്റേജിൽ പാടി. ഇപ്പോൾ ഒരു പാടാമെന്നുള്ള കോൺഫിഡൻസ് ആയി. എനിക്കിഷ്ടമുള്ള 3 സംഗീത സംവിധായകരാണ് ജോൺസൺ മാഷും അതുപോലെ ശരത് സാറും രവീന്ദ്രൻ മാഷിൻ്റെ പാട്ടുകളെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു നമ്മളെ മനസ്സിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്ന മെലഡികളാണ് അതെല്ലാം, ഇവരുടെ പാട്ടുകളെല്ലാം തന്നെ. അപ്പോൾ ആ പാട്ടുകളാണ് എനിക്കിഷ്ടം. പക്ഷേ പലപ്പോഴും പരിപാടികൾക്കൊക്കെ നമ്മൾ പാടുമ്പോഴേ എനിക്കിഷ്ടമുള്ള ഫുഡ് കൊണ്ടുപോയെന്നാൽ എനിക്ക് മീൻ പിടിക്കാൻ പറ്റത്തില്ല. മീനിന് ഇഷ്ടമുള്ള എന്താണോ ഫുഡ് അതിട്ട് കൊടുത്താലേ മീൻ കൊത്തുള്ളൂ. ദ സെയിം സെൻസ് ക്രൗഡിന് എന്താണോ ഇഷ്ടം ആ പാട്ട് വേണം നമ്മൾ പാടാൻ. കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പാടുമ്പോഴാണ് അവർ എൻജോയ് ചെയ്യുന്നത്. അങ്ങനെ ചൂസ് ചെയ്യാൻ തുടങ്ങിയോ സാർ? പർപ്പസ്ഫുള്ളി അങ്ങനെ ചൂസ് ചെയ്യാൻ തുടങ്ങി? പാടും. എങ്കിലേ നമ്മൾ ഈ പറഞ്ഞ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ? മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുണ്ട്. നമ്മൾ ഞാൻ പാടുന്ന പാട്ടുകളൊക്കെ അങ്ങനത്തെ പാട്ടുകളെ ഇപ്പോഴും ഞാൻ പാടുന്ന പാട്ടുകളെ എനിക്കിഷ്ടമുള്ള പാട്ടുകൾ, മെലഡികൾ തന്നെ. ജോൺസൺ മാഷിന്റെയോ രവീന്ദ്രൻ മാഷിന്റെയോ അല്ലെങ്കിൽ ശരത് സാറിന്റെ പാട്ടുകളൊക്കെ തന്നെ ഞാനിപ്പോഴും പാടുന്നത്. പക്ഷേ എൻ്റെ കൂടെയുള്ളവർ സ്പീഡ് സോങ്ങുകളും അതുപോലെ തന്നെ എല്ലാവരും കൈയെടുക്കാൻ പറ്റിയ പാട്ടുകളൊക്കെ അവർ പാടും. പിന്നെ ഈ വരുന്ന വലിയ സിനിമ തിയേറ്റർ പോലെ തന്നെ ഒരു വലിയ ഒരു ക്രൗഡ് എന്ന് പറയുന്നത് ഒരു 5 വയസ്സ് മുതൽ 75 വയസ്സ് 80 വയസ്സ് വരെയുള്ള ആൾക്കാർ ഇരിക്കുന്ന ഒറ്റ ഒരു സംഭവമാണ് ഈ സിനിമ തിയേറ്ററിനാണെങ്കിലും അതെ, ഈ ക്രൗഡും അതെ. അപ്പോൾ എല്ലാ ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരെയും കോംപ്രമൈസ് ചെയ്യുന്ന, അവരെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന പാട്ടുകൾ ആയിരിക്കും നമ്മൾ ഈ പ്രോഗ്രാമിന് വേണ്ടി സെലക്ട് ചെയ്യുന്നു. സിനിമ അങ്ങനെ തന്നെയല്ലേ, സിനിമ തമാശ വേണം, സ്റ്റണ്ട് വേണം, എല്ലാം വേണം. എല്ലാം ചെയ്യുമ്പോഴേ എല്ലാ കാറ്റഗറിയിലും എല്ലാ സെഗ്മെന്റിലുള്ള ആൾക്കാർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ, ഇഷ്ടപ്പെടുള്ളൂ. പിന്നെ ഞങ്ങളോട് ആകെ മ്യൂസിക് പഠിച്ചിട്ടുള്ളത് ഒത്തിരി അതിനെക്കുറിച്ചൊരു നോളജ് ഉള്ളത് സിജി എന്നൊരു ടീച്ചറുണ്ട്. ടീച്ചറാണ് ഞങ്ങളെല്ലാം കറക്റ്റൊക്കെ ചെയ്യുന്നത്. ടീച്ചർ ആദ്യമൊക്കെ ഇതുപോലെ മെലഡി മാത്രം പാടിയിരുന്ന ടീച്ചറാണ്. ടീച്ചർ ഇപ്പോൾ ഫസ്റ്റ് നമ്പർ പാട്ടൊക്കെ ചുരാലിയെയും അതുപോലെ തന്നെ ലെവലയിലൊക്കെ ടീച്ചർ പാടി ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു പ്രൊഫഷനിൽ, ഡിമാൻഡിങ് സ്ട്രെസ്ഫുൾ പ്രൊഫഷനിൽ
എങ്ങനെ ബാലൻസിങ്, ഇങ്ങനെ ഷോസ് ചെയ്യുന്നു, പാട്ട് പാടി സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നു, ഇതെങ്ങനെ ബാലൻസ് ചെയ്യുന്നു? ഈ സ്ട്രെസ്സിനെ ഒരു പരിധി വരെ, ഒരു പരിധിയിൽ കൂടുതലോ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ സാറിന് ഈ മ്യൂസിക്? ഉറപ്പല്ലേ, ഒരു സംശയം വേണ്ട. ഞാൻ പാട്ട് പാടുന്നത് രാത്രി ഇരുന്നിട്ടാണ്. എൻ്റെ ഓഫീസ് ടൈമും ഓഫീസും എല്ലാം കഴിഞ്ഞിട്ട് തിരക്കെല്ലാം കഴിഞ്ഞ് ശേഷം ഞാൻ ഈ പറഞ്ഞ ഇത് ചെയ്യുന്നത്. നമ്മൾ രാത്രി 10 മണിക്ക് ഞാൻ കിടന്നുറങ്ങണം, എന്നിട്ട് രാവിലെ 6 മണിക്ക് 7 മണിക്ക് എഴുന്നേക്കണം എന്ന് ചോദിച്ചാൽ എൻ്റെ ലൈഫിലെ ഒരു 1/3 എന്ന് പറയുന്നത് ഞാൻ ഉറങ്ങാൻ വേണ്ടി മാത്രം ഉപയോഗിച്ച് കളയുന്ന ഒരാളായിട്ട് മാറും. അപ്പം ശരിക്കും ഉറക്കം വേണം, ഇല്ലെന്നല്ല. പക്ഷേ എൻ്റെ ലെഷർ ടൈം കുറച്ച് കട്ട് ചെയ്തിട്ട് ഞാൻ അത് എൻജോയ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. എനിക്ക് സ്വന്തമായിട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സമയമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ പറഞ്ഞ ഈ ആക്ടിവിറ്റീസ് എല്ലാം നടത്തുന്നത്. ഈ പാട്ട് പാടുന്നതും അതുപോലെ തന്നെ നമ്മൾ ഈ ഗ്യാതറിങ്ങും എല്ലാം. അവരെല്ലാം വരുന്നത് രാത്രിയാണ് വരുന്നത്. ഈ ഞങ്ങൾ ഒരു ത്രൈസിൻ്റെ വീക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും വരുന്നത് രാത്രിയാണ് വരുന്നത്. അവരും ഈ പറഞ്ഞ രാത്രി 9 മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് കൂടും. ഞങ്ങളൊരു 11:30 12 മണി വരെയൊക്കെ ഇരുന്ന് ഇപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ഒക്കെ ചെയ്ത് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തങ്ങ് പോകും. അപ്പോൾ ഞങ്ങൾ സ്വയം എൻജോയ് ചെയ്യണം, ഞാൻ സന്തോഷിക്കണം, എങ്കിലേ എനിക്ക് വേറെ ആളെ സന്തോഷിപ്പിക്കാൻ പറ്റും. അതായത് ഞാൻ വളരെ ഇറിറ്റേറ്റഡ് ആയിട്ടിരുന്നിട്ട് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടിരുന്ന ഞാൻ എങ്ങനെ വേറൊരാളെ ഹെൽപ്പ് ചെയ്യും, ഒരാളെ എങ്ങനെ അയാളുടെ സ്ട്രെസ് മാറ്റും. പിന്നെ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. ടൈം മാനേജ്മെന്റ് നമ്മൾ എത്ര പ്രധാനപ്പെട്ട ഒരാൾക്കും 24 hour ആണ് വൺ ഡേ എന്ന് പറയുന്നത്. എനിക്കും 24 hour വൺ ഡേ എന്ന് പറയുന്നത്. 24 മണിക്കൂർ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു, എങ്ങനെ നമ്മളത് മാനേജ് ചെയ്യുന്നുള്ളത് വളരെ വലിയ നമ്മുടെ ടൈം മാനേജ്മെൻറ്റിലാണ് നമ്മുടെ സക്സസ് ഇരിക്കുന്നത്. ആക്ച്വലി ഇമ്പോർട്ടൻറ്റും അർജൻറ്റുമായ കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്യും. പ്രയോറിറ്റൈസ് ചെയ്യും നമ്മൾ ഈ ഇവൻറ്റ്സ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെയ്തു പോകും. ഇപ്പോഴത്തെ ഈ ഒരു സൊസൈറ്റിയിൽ ബീങ് എ DYSP ഒത്തിരി ചാലഞ്ചസ് ആണ് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് അല്ലേ? അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും അതാണ് ഞാൻ ഈ സ്ട്രെസ്ഫുൾ എന്ന് പറയാൻ കാര്യം ഇപ്പോഴത്തെ ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ, ഡ്രഗ്സ് ആൻഡ് അതർ ഈ പറഞ്ഞ പോലെ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന ഈ ഒരു സമൂഹത്തിൽ ഈ ചാലഞ്ചസ് ഒക്കെ എങ്ങനെ ഏറ്റെടുക്കാനായിട്ട് സാർ എന്തെങ്കിലും പ്രത്യേക പ്രിപ്പറേഷനോ അല്ലെങ്കിൽ ആ വരുന്നത് ഓവർകം ചെയ്യുന്നു, അത് ഫേസ് ചെയ്യുന്നു, അങ്ങനെയാണോ? അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനൊക്കെ വേണ്ടി സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ക്യാമ്പയിൻസും കാര്യങ്ങളും ഒക്കെ ഇൻവോൾവ് ചെയ്യുന്ന ആ പ്രൊജക്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടോ അറ്റ് ദ സെയിം ടൈം? തീർച്ചയായിട്ടും. ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ കൊച്ചി സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മുടെ DIG കമ്മീഷണർ സാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു, ഉദയം എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മൾ ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലുള്ള ഈ മയക്കുമരുന്നിനെതിരെ നടന്ന ഒരു അവയർനെസ് പ്രോഗ്രാമായിരുന്നു. അത് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. കാര്യം കുട്ടികൾ മയക്കുമരുന്നിനെതിരെയുള്ള ക്ലാസ് എന്ന് പറഞ്ഞ് കുറച്ച് ചെറുപ്പക്കാരെ വിളിച്ചു വരുത്തി ക്ലാസ് എടുക്കുന്നതിനേക്കാളും എഫക്റ്റീവാണ് അവരെ എൻഗേജ് ചെയ്ത് നല്ല നല്ല ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്ത് നിർത്തുക. എന്തെങ്കിലും നല്ല ഹോബീസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. യെസ്, എനിക്കെപ്പോഴും തോന്നിയിട്ടില്ല. ഇതെൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം കേട്ടോ. വെച്ചാൽ ഈ ക്ലാസ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ അവർക്ക് മടുത്തു തുടങ്ങും. പക്ഷേ ഈ അവരുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്ത് പോകുന്ന പ്രായത്തിൽ അവരെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്ത് നിർത്തിയെന്നാൽ അവർ കൃത്യമായിട്ടും അവർക്ക് വേണ്ട ഒരു പ്രോത്സാഹനവും കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തിയെന്നാൽ എല്ലാവരും അവർക്കറിയാം ദേ ആർ ഓൾസോ എന്താ പറയുക സൊസൈറ്റിയുടെ ഭാഗമാണെന്നും സൊസൈറ്റിയുടെ അസറ്റാണ് അവരെന്ന് അവർക്കറിയാം. അതൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർമ്മിപ്പിച്ച് കൊടുക്കണം. അവരെ ടാസ്കുകൾ ഏൽപ്പിക്കുക, അവരത് കൃത്യമായിട്ടും നന്നായിട്ടും ചെയ്യും. പക്ഷെ ആക്സിഡൻ്റലി അല്ലെങ്കിൽ കുട്ടികൾ അറിയാതെ അവരിലേക്ക് ഇതൊക്കെ എത്തുന്നുണ്ട്. നമുക്കിപ്പോൾ അറിയാമല്ലോ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ സ്വീറ്റ്സ് വഴിയായിട്ടും അല്ലാതെ വേറെ എന്തെങ്കിലും സോഴ്സസിലൂടെ അവരുടെ ഉള്ളിലേക്ക് ഇത് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, വീണ്ടും അവരത് ആഗ്രഹിക്കുന്നതും അതിലേക്ക് പോകുന്നതും. അതിനെ തടയാൻ അതിനാണ് ഈ അവയർനെസ് നമ്മൾ നടത്തുന്നത്. ഒന്നത്. രണ്ട്, ഈ പാരൻസിന് വലിയൊരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട് ഇതിൽ. പാരൻസിന് റോളുണ്ടെന്ന് പറയാൻ കാര്യം ഈ 25 വയസ്സ് താഴെയുള്ള കുട്ടികളാണ് പലപ്പോഴും ഇതിലൊരു വിക്ടിംസായിട്ട് വരുന്നത്. സ്കൂൾസിലൊക്കെ ഇപ്പം അത് ആദ്യമൊക്കെ ഈ പറഞ്ഞ 16 വയസ്സ് 18 വയസ്സ് ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പം അത് താന്ന് ആ ലെവൽ താന്ന് 12 വയസ്സ് വരെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി ദേ ആർ വിക്ടിംസ്. അപ്പോൾ അവർക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ക്ലാസ്സിലോ അവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്ത് ഒരു വീടിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തും പറയാവുന്നൊരു സ്വാതന്ത്ര്യം പാരൻസ് കൊടുക്കണം. പാരൻ്റ് എന്ന് പറയുന്നത് പാരൻസ് എന്നതിനപ്പുറം പണ്ടായിരുന്നു അച്ഛൻ വളരെ സീരിയസ്, അമ്മ വീട്ടിൽ പാചകം ചെയ്യുന്നു,
ആ കൺസെപ്റ്റൊക്കെ മാറി. പാരൻസ് എന്നിപ്പം നല്ല ഫ്രണ്ടായിട്ട് മാറി. അങ്ങനെ അല്ലാത്ത സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്. അങ്ങനെ അല്ലാത്ത സ്ഥലത്ത് പിള്ളേർക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന നല്ല സുഹൃത്തുക്കളായിട്ട് പാരൻസ് മാറിയെന്ന അവരവരുടെ ഇഷ്യൂസും അവർക്ക് സംഭവിച്ചുള്ള അബദ്ധങ്ങളും ഒക്കെ പറയും. ദെൻ വി ക്യാൻ കറക്റ്റ് ദം. അവർക്ക് പറഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് നെഗറ്റീവായിട്ട് അവരെ വഴക്കോന്ന് തന്നെ റിയാക്ട് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ദേ വിൽ ഹൈഡ് സംതിങ്. മനസ്സിലായി? അവർ ആ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കും. അതേസമയം അവരെന്തു പറഞ്ഞാലും നമുക്ക് അവർക്ക് ഒരു സപ്പോർട്ടുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട് കൂടെ ഉണ്ടെന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്ത് ദേ വിൽ ഓപ്പൺ അപ്പ് വിത്ത് അസ്, അപ്ഡേറ്റ് ചെയ്യും. അവർ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയും. അന്നേരം നമുക്ക് അവർക്കറിയില്ലല്ലോ, അവരുടെ ഏജിൽ ചിലപ്പോൾ എങ്ങനെ ഏജിൽ ഇത് തെറ്റാണോ ശരിയാണോ എന്നറിയില്ല. പലരും അബദ്ധത്തിലൊക്കെ പോയി പെടാറുണ്ട്. ആ അബദ്ധമാണെന്ന് അവന് മനസ്സിലാവുന്നത് പെട്ടതിന് ശേഷമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ ഹിസ്റ്ററിയും അങ്ങനത്തെ കഥകളും ആ സംഭവങ്ങളൊക്കെ നമ്മൾ ഈ അവയർനെസ് ക്ലാസ്സുകളിൽ പറയുമ്പോൾ അവരതിനെക്കുറിച്ച് ബോധവാന്മാരാകും. പലപ്പോഴും ഈ ഡ്രഗ് പെഡ്ലേഴ്സിൻ്റെ ഗ്യാങ്ങിൽ പോയി അറിയാതെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും പെടുകയാണെങ്കിൽ അവൻ അറിയാണ്ട് വിട്ടു പോകുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞ അവർ ഇങ്ങനത്തെ ഹിസ്റ്ററിയും കഥകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ, അങ്ങനെ ഉണ്ടായേക്കാവുന്ന സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവരത് ക്ലാസ്സിൽ ഈ പറഞ്ഞ അവയർനെസ് ക്ലാസ്സിൽ പറയുമ്പോൾ അവൻ അതിനെക്കുറിച്ച് ബോധവാനാവും. സോ അങ്ങനെ നമുക്ക് അവരെ രക്ഷിക്കാൻ പറ്റും. പിന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? അവരെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുക, അവരെ എൻഗേജ് ചെയ്ത് നിർത്തുക, അവരുടെ ആക്ടിവിറ്റീസിൽ നമ്മൾ പങ്കെടുക്കുക. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് നമുക്ക് മക്കളോട് സംസാരിക്കാൻ നമുക്ക് പറ്റണം. പറ്റുമെങ്കിൽ ഒന്ന് തൊട്ട് സംസാരിക്കണം, കണ്ണിൽ നോക്കി തൊട്ട് സംസാരിക്കണം. ഞാനങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവരെ കയ്യിൽ പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഹഗ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഇപ്പം എൻ്റെ മക്കളൊക്കെ മുതിർന്നു എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് രണ്ടുപേരും വന്ന് കെട്ടിപ്പിടിച്ചിട്ട് മുമ്പ് വന്നിട്ട് പോകും. ഇപ്പോഴും എല്ലാ ദിവസവും. അതെ അതെ രണ്ടുപേരും ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് എന്നെയും വൈഫിനെയും കെട്ടിപ്പിടിച്ചൊരു മുമ്പ് വന്നിട്ടാണ് രണ്ടാളും പോകുന്നത് കിടക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ. ചെറുപ്പത്തിൽ തുടങ്ങിയ ശരിയെ അത് പർപ്പസ്ഫുള്ളായിട്ട് ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ 24 മണിക്കൂറിനപ്പുറം നമ്മുടെ വീട്ടിലൊരു വഴക്കുണ്ടാവാൻ പാടില്ല. അഥവാ ഒരു വഴക്കുണ്ടായാൽ തന്നെ 24 hour ബ്രേക്ക് ചെയ്യണത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ശീലം, ഒരു ഹാബിറ്റ് പർപ്പസ്ഫുള്ളായിട്ട് വെക്കുന്നത് തന്നെ. ഇപ്പോൾ 2 ടേം ഇപ്പോൾ വന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ വന്ന ഡിസിപ്ലിൻ ആൻഡ് കമ്പാഷൻ. ഇൻ പോലീസിങ് ഡിസിപ്ലിൻ ഓർ കമ്പാഷൻ ഏറ്റവും കൂടുതൽ വേണ്ടത്? ഒരു സംശയം വേണ്ട, ഡിസിപ്ലിൻ തന്നെ. പക്ഷെ കമ്പാഷൻ സംടൈംസ് ഉണ്ടാവണം. കമ്പാഷൻ ഉണ്ടാവണം. എംപതി എന്ന് പറയുന്ന ഫീലാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. ഞാൻ പറഞ്ഞ അത് പോലീസിന് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും വേണ്ട ഒരു ഫീല് എംപതി ആയിരിക്കണം എന്നുള്ള എൻ്റെ ഒരു ഫീൽ. എംപതി എന്ന് പറയുമ്പോഴേ ഈ സിമ്പതി ആർക്കും പറ്റും. സിമ്പതി എന്ന് പറയുന്നത് ഒരു യൂസ്ലെസ് ഫീലിംഗ് ആക്ച്വലി. അയ്യോ അയാൾക്ക് അങ്ങനെ പറ്റി എന്ന് പറഞ്ഞ് കണ്ടു നിന്നിട്ട് നേരെ അങ്ങ് പോകുന്നതിൽ യാതൊരു മീനിങ്ങും ഇല്ല. എംപതി ഉള്ളവനെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഒരാളെ സഹായിക്കണമെന്നൊരു വിചാരം ഉണ്ടാണെങ്കിൽ അത് എംപതി ഉണ്ടാവണം. സിമ്പതി എന്നുണ്ടെങ്കിൽ ആർക്കും പറ്റുന്ന കയ്യിൽ 5 ഒരു എഫേർട്ടും വേണ്ട, പൈസയുടെ ചിലവും ഇല്ലാണ്ട് ആർക്കും തോന്നാവുന്ന ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് സിമ്പതി എന്ന് പറയുന്നത്. എംപതി അങ്ങനെയല്ല. എംപതി ഉള്ളവൻ ഹെൽപ്പ് ചെയ്യും. പ്രൊഫഷണൽ ലൈഫിൽ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും കുറേ ചാലഞ്ചിങ് ആയിട്ടുള്ള കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്, കേസസ് ഉണ്ടായിട്ടുണ്ട്, അഭിമുഖീകരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും സാറിന് ഇപ്പോൾ എടുത്തു പറയാൻ പറ്റുന്ന ഇൻട്രസ്റ്റിംഗ് അറ്റ് ദ സെയിം ടൈം കുറച്ച് സീരിയസ് ആയിട്ട് അഭിമുഖീകരിച്ച? എനിക്ക് 200-ലധികം ഗുഡ് സർവീസ് സെൻ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നും ഓരോ സംഭവങ്ങളാണ്, ഓരോന്നും പറയാവുന്ന നല്ല സംഭവങ്ങളാണ് ആക്ച്വലി. അതുകൊണ്ട് കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഈ അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങളെന്ന് പറയുന്നത്, ഞാൻ ഇവിടെ തൃപ്പൂണിത്തുറ CI ആയിട്ടിരിക്കുമ്പോഴാണ് ഇവിടെ തൃപ്പൂണിത്തുറയിൽ ഒരു അച്ഛനും അമ്മേനെയും 2 കുട്ടികളെയും കൈയും കാലൊക്കെ കെട്ടിയിട്ടിട്ട് ബംഗ്ലാദേശികൾ വന്ന് നടത്തിയ ഒരു വലിയൊരു ഡെക്കോയിറ്റ് ഉണ്ടായിരുന്നു. ഒരു 11ഓളം പേരുണ്ടായിരുന്നു ഏരൂര്. ആ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തത് ആണ് ഒരു കേസ്. അത് ഞങ്ങളിവിടുന്ന് ബൈ റോഡ് ഏതാണ്ട് 3600 കിലോമീറ്ററോളം സഞ്ചരിച്ച് മറ്റേ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിൽ പോയി അവിടെ ഒരു 45 days 5 ഡിഗ്രി തണുപ്പാണ് അവിടെ ഞാനും 8 പോലീസുകാരും കൂടി താമസിച്ചു. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു 3 പേരെ അറസ്റ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഡൽഹിയിൽ നിന്ന് ഒരു 3 പേരെ അറസ്റ്റ് ചെയ്തു. അവർക്ക് 6 പേരെ ആ കേസിൽ അറസ്റ്റ് ചെയ്തു. കുറേ പ്രോപ്പർട്ടിയും റിക്കവർ ചെയ്തു. ആ കേസിലെ പ്രതികൾക്ക് 17 years കൺവിക്ഷനുമായി, 17 വർഷം കോടതിമാരെ ശിക്ഷിക്കുകയും ചെയ്തു. അതൊരു നല്ലൊരു കേസായിരുന്നു. പിന്നെ ഇവിടെ ഒരു ബ്യൂട്ടി പാർലറിലെ ഒരു വെടിവെപ്പ് ഉണ്ടായിരുന്നു. ആ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഞാൻ തന്നെയാണ്. അങ്ങനെ 2 കേസ് ഈ റീസെൻ്റ് ആയിട്ടുണ്ടായ കേസുകളാണ് 2 കുറേ കേസുകളുണ്ട്. വളരെ രസകരമായ, വളരെ എന്താ പറയുക, നമുക്ക് ചിരിക്കാൻ പറ്റിയ കുറേ സംഭവങ്ങളുള്ള ഒരു കള്ളനുണ്ടായിരുന്നു. ഞാൻ മൂവാറ്റുപുഴ SI ആയിട്ടിരിക്കുമ്പോൾ ഒരു മോഷണ കേസിൽ പ്രതി അറസ്റ്റ് ചെയ്തിരുന്നു.
അവൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമുക്ക് ഇപ്പം ഞാൻ അത് ഓർക്കുമ്പോൾ എന്ന് ചിരിക്കും. കാര്യം മോഷ്ടിക്കാൻ ചെല്ലുമ്പോൾ ഒരു കോമ്പൗണ്ടിനുള്ളിൽ തന്നെ 3 വീടുകൾ, 3 ചേട്ടനന്മാർ താമസിക്കുന്ന വീടുകൾ. അവൻ ഈ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുമ്പോൾ അവിടുത്തെ ചെരുപ്പ് കൊണ്ടുവന്ന് ഇവിടെ ഇടും. അവിടുത്തെ ചെരുപ്പ് കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് മോഷ്ടിക്കുമ്പോൾ ഇവിടുത്തെ മൊബൈൽ ഫോൺ എടുത്താൽ വലിച്ചു ദൂരെ കളയും. അല്ലെങ്കിൽ അങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂസിങ് ചെയ്യും. ഒരു കള്ളം ചെയ്യുന്ന ആക്ടിവിറ്റീസൊന്നും അല്ല ചെയ്യുന്നത്. അവർ തമ്മിൽ സംശയവും, ഇവിടെ നിന്ന് മോഷണം പോയി, ചെരുപ്പ് അവൻ്റെ ചെരുപ്പ് ഇവിടെ ഇടുന്നു, അങ്ങനെ ആകെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്ന അങ്ങനെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർക്കും കൺഫ്യൂഷൻ ആകും, വീട്ടുകാർക്കും കൺഫ്യൂഷൻ കൊണ്ടുപോകും. എന്നിട്ട് അവനെ ഞാൻ മൂവാറ്റുപുഴയിൽ SI ആയിട്ടിരിക്കുന്ന സമയത്താണ് അവനെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവൻ പറയണ ഓരോ കേസും ഭയങ്കര രസകരമായ കേസുകളായിരുന്നു. സാറിന് അംബിഷൻ ആയിരുന്നോ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കയറുക എന്നുള്ളത്? ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കിരീടം സിനിമ കണ്ടത്. അപ്പോൾ അന്ന് മോഹൻലാൽ സേതുമാധവനായിട്ട് തൊപ്പിയൊക്കെ വെച്ച് വന്ന് അന്ന് ഡിസൈഡ് ചെയ്താണ് വേറെ ഒരു ജോലി ഇതല്ലാതെ വേറൊരു ജോലിയും എൻ്റെ മനസ്സിൽ, എൻ്റെ കൺസെപ്റ്റിൽ പോലും ഉണ്ടായിരുന്നില്ല. വേറെ PSC ടെസ്റ്റൊക്കെ എഴുതി കുറേ ജോലിയൊക്കെ കിട്ടിയെങ്കിലും എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ജോലി ഇതായിരുന്നു. ഞാൻ പഠിച്ചത് കോമേഴ്സാണ്, MCom ഫിനാൻസ് ആണ്. പക്ഷേ അതൊന്നും ഈ പറഞ്ഞ എന്താ പറയുക, ഞാൻ പഠിച്ചതൊന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇതുവരെ ഉപയോഗിക്കേണ്ടി വന്നില്ല. എന്തെങ്കിലും സാമ്പത്തിക തർക്കമൊക്കെ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ കണക്ക് കൂട്ടാൻ വേണ്ടി അല്ലാണ്ട് എൻ്റെ പ്രൊഫഷനും ഞാൻ പഠിച്ചതായിട്ട് ഒരു ബന്ധമില്ല. ഈ പറഞ്ഞില്ല സ്ട്രെസ്, എനിക്ക് അങ്ങനെ അധികം സ്ട്രെസ് ഒന്നും ഫീൽ ചെയ്യാം. എനിക്ക് അത്ര ഞാൻ സത്യത്തിൽ എനിക്ക് ഈ ജോലി കൊണ്ട് വലിയ സ്ട്രെസ് ഒന്നും തോന്നിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ ആഗ്രഹിച്ച് കിട്ടിയ ജോലിയാണ്. ഞാൻ ഈ ജോലിയോടും അങ്ങനെ ഒരു വളരെ പാഷനേറ്റാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ സ്ട്രെസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല സത്യത്തിൽ. അപ്പൊ സിനിമ അതിനൊരു കാരണമായി? അല്ല, അന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സുകാരൻ്റെ ഒരു മോഹൻലാൽ യൂണിഫോം ഇട്ട് വന്ന് അച്ഛൻ്റെ തെമ്മാടി എന്നൊക്കെ പറഞ്ഞ് സല്യൂട്ട് ചെയ്യണപ്പോൾ പിന്നെ ആ PSC ടെസ്റ്റ് എഴുതുന്നൊരു പ്രോസസ്സിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ട് ആ സിനിമയിലെ കഥാപാത്രം. അതൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു സത്യത്തിൽ. സിനിമ എപ്പോഴും ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് ഒരു ഇൻസ്പിറേഷനാണോ, നല്ല മീഡിയമാണോ? അതിൽ ഒരുപാട് നമ്മൾ കാണുന്നുണ്ടല്ലേ, കുറേ ക്രൈം കാണുന്നുണ്ട്. ഇപ്പോഴത്തെ സിനിമയിലൊക്കെ ഒത്തിരി ക്രൈം ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സാർ നോക്കി കാണുന്നത് എങ്ങനെയാണ്? നല്ലൊരു മീഡിയമാണോ? കാര്യം അതിന് ഫൈനലി ഒരു മെസ്സേജ് ഉണ്ടാവും ചിലപ്പോൾ. ഉറപ്പായിട്ടും സിനിമ എന്ന് പറയുന്നത് നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മീഡിയ തന്നെയാണ്. അതിന് ഏത് സെൻസിൽ എടുക്കുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. ദാറ്റ് ഡിപ്പെൻസ്. ഓരോരുത്തരുടെ വാതിൽ പകുതി തുറന്നു കിടന്നാൽ നമുക്ക് 2 കത്തി എടുക്കാം. പകുതി അടഞ്ഞ വാതിലെന്നും ചിന്തിക്കാം, പകുതി തുറന്ന വാതിലെന്നും ചിന്തിക്കാം. പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾ അത് പകുതി തുറന്ന വാതിലിന് അയാൾക്ക് ആ വാതിലിൻ്റെ പകുതി എനിക്ക് വേണ്ടി തുറന്നിട്ടുണ്ട് ഈശ്വരൻ എന്ന് ചിന്തിക്കാം. പകുതി എനിക്ക് മുമ്പിൽ ആ പകുതി അടച്ചിട്ടല്ലോ എന്തും ചിന്തിക്കാം. പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളെ എപ്പോഴും ചിന്തിക്കുന്നത് അത് പകുതി തുറന്ന വാതിൽ, എനിക്ക് പോകാൻ ഇനിയും സ്കോപ്പുണ്ട്. അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പകുതി നിറഞ്ഞൊരു ഗ്ലാസ് തരികയാണെങ്കിൽ 2 കത്തി ചിന്തിക്കാം. പകുതി ഒഴിഞ്ഞ ഗ്ലാസ്സാണ് ഈശ്വരൻ എനിക്ക് തന്നതെന്നും ചിന്തിക്കാം, പകുതി നിറഞ്ഞ ഗ്ലാസ്സാണ് എനിക്ക് തന്നത്, പകുതി നിറഞ്ഞ ഗ്ലാസ് തന്നല്ലോ എന്നും ചിന്തിക്കാം. ഇഫ് യു ആർ എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഗൈ, ഓഫ് കോഴ്സ് യു വിൽ തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് പകുതി നിറഞ്ഞ ക്ലാസ് ചിന്തിക്കും. സാഹിത്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഇത്രയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, എഴുതാറുണ്ടോ സാറ്? എഴുതാറൊന്നുമില്ല. നമ്മൾ എന്നും കുറെ ആളുകളെ കാണുന്നതല്ലേ, അപ്പൊ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ലേ, അപ്പൊ കുറെ അവരുടെയും കൂടെ ഐഡിയൊക്കെ നമ്മുടെ ഇപ്പൊ രഹ്നനെ ഇന്ന് രാവിലെ ഇപ്പൊ കണ്ട് സംസാരിച്ചു. രഹ്ന പറയുന്ന കുറെ കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് കയറും. നെക്സ്റ്റ് ടൈം ഞാൻ വേറെ ആളെ സംസാരിക്കുമ്പോൾ രഹ്നമായിട്ട് സംസാരിച്ച ഇന്ററാക്ഷനിലുള്ള കാര്യങ്ങളും കൂടി എൻ്റെ മനസ്സിലേക്ക് വരും. അത്രേ ഉള്ളൂ. അത് സാഹിത്യമൊന്നുമല്ല, അത് ആക്ച്വൽ ലൈഫാണ്. സർ, ഞാൻ എൻ്റെ ഒരു കോൺവെർസേഷനിൽ ചെയ്യാത്തൊരു സെഗ്മെന്റ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി. എന്താ കാര്യം എന്നറിയോ? ഇങ്ങനൊരു പ്രൊഫഷനും ഈ പാഷനും അപ്പുറം ഉള്ളത് കൊണ്ട്, രണ്ടും കൂടി ഉള്ളതുകൊണ്ട് ഞാനൊരു ചെറിയ സെഗ്മെന്റ്, ക്ലീഷ ഇതാണ് റാപ്പിഡ് ഫയർ എന്നൊക്കെ പറഞ്ഞ പോലെ. പക്ഷെ അങ്ങനെയൊന്നുമല്ല, അറിയാനുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങൾ. വൺ സോങ് ദാറ്റ് ഇൻസ്റ്റന്റ്ലി ലിഫ്റ്റ് യുവർ മൂഡ്. എപ്പം സാറിന് എന്തൊക്കെ ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലി അത് എന്തെങ്കിലും എൻഗേജ്ഡ് ആണ്, അങ്ങനത്തെ ഒരു സമയത്ത് സാറിന് ഒരു ചെറിയൊരു പാട്ട് മൂളിയാൽ അങ്ങനെ ഇൻസ്റ്റന്റ്ലി ലിഫ്റ്റിംഗ് യുവർ മൂഡ്, അങ്ങനത്തെ ഒരു പാട്ട്. മനസ്സിൻ മണിച്ചിമിഴി എന്നിട്ട് പാട്ടില്ലേ, ആ പാട്ട് രണ്ടുപേരും വേണമെങ്കിൽ പാടിക്കോ. മനസ്സിൻ മണിച്ചിമിഴിൽ പനി നീർത്തുള്ളി പോ വെറുതെ പെയ്തു നിറയും രാത്രി മഴയായി ഓർമ്മകൾ. മൈക്ക് ഇൻ ഹാൻഡ് ഓർ വാക്കി ടോക്കി? എനിക്ക് രണ്ടും ഇന്നവിറ്റബിൾ ആണ്, ഒഴിവാക്കാൻ പറ്റാത്ത സാധനമാണ്.
ഞാൻ ഇതിൽ ഏത് വേണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇനി ഒരു 5 വർഷം കൂടി ഞാൻ walkie talkie തന്നെ പറയുള്ളൂ. ബിക്കോസ് എൻ്റെ പ്രൊഫഷൻ അതാണ്. Correct. ഞാൻ സർവൈവ് ചെയ്യണമെങ്കിൽ അത് തന്നെ വേണം. ഒരു 5 കൊല്ലം കൂടി. അത് കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ അത് മാറ്റി വെച്ചിട്ട് മൈക്ക് എടുക്കും. സോഷ്യൽ മീഡിയ ബ്ലെസ്സിങ് ആണോ അല്ലെങ്കിൽ ചാലഞ്ചിങ് ആണോ? സോഷ്യൽ മീഡിയ നമ്മൾ എന്താ പറയുക പവർഫുൾ ടൂളാണ്. അത് വളരെ കെയർഫുള്ളായിട്ട് ഉപയോഗിക്കണം. ഉപയോഗിച്ചെന്നാൽ അതൊരു ബ്ലെസ്സിങ് ആണ്. അതർവൈസ് ഇറ്റ് വിൽ ബി എ മെനേസ്. അത് പവർഫുള്ളാണ്, അത് ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. ഈ കാര്യം പല കമൻസ് വരുന്നവരും ഇതിലെ പല അക്കൗണ്ട് ഹോൾഡേഴ്സും പല ഐഡിയകളും ഫേക്കായിരിക്കാം. അതെ. അപ്പോൾ അവർ വന്ന് എന്തും പറയും. നമ്മൾ ഒരു പാട്ട് പാടി ഇപ്പോൾ ഒരു ഫേസ്ബുക്കിലിട്ടെന്ന് വെച്ചാൽ ആർക്കും എന്തും പറയാമല്ലോ. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ആർക്കും എന്തും പറയാം. നെഗറ്റീവ് പറയാം, പോസിറ്റീവ് പറയാം, റിയൽ കമൻസ് പറയാം. അങ്ങനെ റിയൽ കമൻസ് പറയുന്ന കുറേ സുഹൃത്തുക്കളുണ്ട്. ചിലപ്പോൾ അവരെന്നോട് അതിൽ പറയാതെ എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് പറയും. അവരാണ് എൻ്റെ റിയൽ കമൻസ് പറയുന്നതും ഞാൻ കറക്റ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ പറയുന്നതും. അത് ഉറപ്പായിട്ടും ഞാൻ ശ്രദ്ധിച്ച് കറക്റ്റ് ചെയ്യാറുമുണ്ട്. വൺ സിംഗർ യു അഡ്മയർ അല്ലെങ്കിൽ ഒരു ഡ്യുവറ്റ് പാടണം എന്ന് മനസ്സിലാഗ്രഹമുള്ള ഒരു സിംഗർ? എനിക്ക് തോന്നുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടുള്ള 2 പാട്ടുകൾ ചിത്രാരുൺ പാടിയിട്ടുള്ള 2 ഓണപ്പാട്ടുകളാണ്. എൻ്റെ ഫോണിൽ ഞാനത് റിപ്പീറ്റ് ഓപ്ഷൻ ഇട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും കേൾക്കും. ഈ 2 ഓണപ്പാട്ടുകൾ ചിത്രാരുൺ പാട്ടുണ്ട്. ഒന്ന് ആകാശക്കാവിലെ എന്ന് തുടങ്ങുന്നൊരു പാട്ടുണ്ട്. പുഴയുടെ തീരത്തൊരു ത്രാടരാവിൽ. എനിക്ക് ഉറപ്പാണ് അടുത്ത പ്രാവശ്യം അപ്പൊ എന്തായാലും സാറിനെ വിളിക്കുമായിരിക്കും. വളരെ സിമ്പിൾ ഹംബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കൂടിയാട്ടോ. അത് പറയാണ്ടിരിക്കാൻ പറ്റും. ഞാൻ പലപ്പോഴും ഈ രവീന്ദ്ര സംഗീതോത്സവത്തിന് 2 തവണ ഞാൻ പോയി പാടിയായിരുന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഈ ചിത്രയെ കാണുമ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുന്നത്. ടീ ഓർ കോഫി ഡ്യൂറിംഗ് നൈറ്റ് ഷിഫ്റ്റ്? എപ്പോഴാണെങ്കിലും കോഫിയാ. പകലാണെങ്കിലും രാത്രിയാണെങ്കിലും എപ്പോഴാണെങ്കിലും കോഫി ഇഷ്ടം. കോഫി കുറച്ചുകൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യും. വൺ ക്വാളിറ്റി എവറി സിറ്റിസൺ ഷുഡ് ഹാവ്. പെട്ടെന്ന് പറയാനുള്ള ഒരു ക്വാളിറ്റി. കുറെ ക്വാളിറ്റീസ് വേണം, ബട്ട് ഒരു സംശയം വേണ്ടാത്ത കാര്യമാണ് നമ്മൾ ഇന്ത്യ എന്നൊരു ഫീൽ ഉണ്ടാവണം. പ്രൗഡ് ഫീൽ അല്ലേ? ഇന്ത്യൻ ഉറപ്പായിട്ടും ഞാൻ ആം എൻ ഇന്ത്യൻ എന്നുള്ളൊരു ഫീൽ ഉണ്ടാവണം. ആ കാര്യത്തിൽ അതൊരു ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള അൺഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. വൺ അഡ്വൈസ് ടു യൂത്ത്, വൺ സിംഗിൾ അഡ്വൈസ് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു ടേം? ബി ആക്റ്റീവ് ഓൾവേസ്. നമ്മൾ ഇനാക്റ്റീവ് ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നതും നമ്മൾ ഡിപ്രസ്ഡ് ആവുന്നതും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ ആക്ടിവിറ്റീസിലൊക്കെ വേണ്ടാത്ത ആക്ടിവിറ്റീസിലൊക്കെ പെടുന്നത്. ബി ഓൾവേസ് ആക്റ്റീവ് ആൻഡ് പോസിറ്റീവ്. ദാറ്റ്സ് ഇറ്റ്. ഓൺ ദാറ്റ് നോട്ട് നമ്മളിങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഇറ്റ്സ് നോട്ട് എ ക്വസ്റ്റ്യൻ, യു ഷുഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറയില്ലേ, അതാണ് സംഭവം. മൈ ഡ്യൂട്ടി ടു സൊസൈറ്റി മീൻസ്? സംശയം എന്താ? മൈ ഡ്യൂട്ടി ടു സൊസൈറ്റി മീൻസ് ടു പ്രൊട്ടക്റ്റ് ദ പ്രോപ്പർട്ടി ആൻഡ് ലൈഫ് ഓഫ് ദ സൊസൈറ്റി. അതാണ് ബേസിക്കലി നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അത് തന്നെയാണ്, മനസ്സിലായില്ലേ? അതാണ് പോലീസിൻ്റെ ബേസിക് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആ സ്വത്തിനും ലൈഫിനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ്. അത് തന്നെയാണ് എൻ്റെയും ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. താങ്ക് യു സോ മച്ച് സർ. ഇറ്റ് വാസ് എ ലവ്ലി കോൺവെർസേഷൻ. സത്യത്തിൽ അത് ഇങ്ങനെ പോയത് ഞാൻ അറിഞ്ഞില്ല. താങ്ക് യു സോ മച്ച്.